പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പ്രകാരം മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കും? തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം BJP മേയർ. അതെ, ഇതോടെ പൂവണിയുന്നത് BJPയുടെ ഒരു ചിരകാല സ്വപ്നമാണ്. അത് BJP നേതൃത്വത്തിൻ്റെ അണികളോടുള്ളൊരു വാഗ്ദാനമായിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വാത്സല്യ തണലേക്ക് ഇതാ തിരുവനന്തപുരത്തെ NDA നഗരസഭയും. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും 7 സീറ്റുകൾ മാത്രം. അവിടെ നിന്നും അത് 35 രണ്ടാം ടൈമിൽ ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ CPMഉം കോൺഗ്രസും ഒരുപോലെ ഞെട്ടി. കോൺഗ്രസ് പിന്തുണയോടെ CPM നഗരസഭ ഭരിച്ചു. 5 വർഷങ്ങൾക്കിപ്പുറം 2020 വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് വീണ്ടും ലഭിച്ചത് 35 സീറ്റുകൾ മാത്രം. ഒരു അഴിമതിയിലും ഇടപെടാതെ BJP പ്രതിപക്ഷത്തിരുന്ന് മാന്യമായി കളി കണ്ടു. ജനങ്ങൾക്ക് വേണ്ടി അഴിമതികൾക്കെതിരെ ശക്തമായി തന്നെ പരസ്യമായി പ്രതികരിച്ചു. ഓരോ ഇടപാടുകളിലും ചില്ലറയൊന്നുമല്ല ഇത് ഇടതുകാരെ ഏറെ സമ്മർദ്ദത്തിലാക്കിയതും. തലസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനമിറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കാൻ ഒരു BJP മേയർ എത്തുന്നത് കഴിഞ്ഞ 10 വർഷമായി BJPയുടെ സ്വപ്നമാണ്. 7 നിന്നും 10 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കൂടി കഥയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് അടക്കം എത്തിക്കുമെന്നത് പ്രചരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞാണ് BJP വോട്ട് തേടിയത്. വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വികസനം, തിരുവനന്തപുരം മെട്രോ റെയിൽ എന്നിങ്ങനെ നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചരണമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ BJP നടത്തിയത്. രാഷ്ട്രീയ പോരിനും വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ BJP അവതരിപ്പിച്ചത് വികസന രേഖ കൂടിയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചെന്ന് വേണം ഈ വിജയഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നായിരുന്നു BJPയുടെ വാഗ്ദാനം. എന്തായാലും മറ്റൊരു സുപ്രധാന വാഗ്ദാനം കൂടി തങ്ങളുടെ വികസന രേഖയിൽ ഉള്ളത് BJP വീണ്ടും എടുത്തെടുത്ത് പ്രചരണ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 100% പദ്ധതികളും കേരളത്തിൽ 100% പദ്ധതിയായി തന്നെ നടപ്പാക്കും. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അധികാരം കൈയാളുന്നുവോ അവിടെയൊക്കെ വളരെ വ്യക്തമായി ഈ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ BJP വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.